പെണ്ണുങ്ങളെ മാപ്പിളച്ചി പെണ്ണുങ്ങള് പർദ്ദയിട്ടിട്ട് ചന്തി കുളിച്ച് കളി റോഡിൽ പച്ചപ്പകലിൽ നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തി കുളിക്ക് കളികൾ ഒരു ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരും. ആലിമീങ്ങൾക്ക് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ആലിമീങ്ങൾ പറയേണ്ട സമയത്ത് പറയാതെ പോയി. ആലിമീങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ആലിമീ സംഘടനകൾ ഉണ്ടായിരുന്നു, ഒരു വാക്ക് മിണ്ടിയില്ല. ഞാൻ കോണിക്കൂട്ടി ഇതിന്റെ അടയാളത് നമ്മൾക്ക് പേച്ചു. നമ്മളിൽ ഇങ്ങനത്തെ രീതികൾ അധികരിച്ചു. പടച്ചോന്റെ ദീനം നിലനിൽക്കാനുള്ള മാർഗാണ്. അതുകൊണ്ട് എല്ലാവരും ലീഗിനെ ശക്തിപ്പെടുത്തണം. ലീഗിന് വേണ്ടി പണിയെടുത്താൽ പടച്ചോന്റെ സ്വർഗം കിട്ടും. അതന്നെ ഉറപ്പ്. ഈ പാർട്ടി സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിന്റെ നിറം പച്ചയാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. തദ്ദേശ സ്വയം വകുപ്പ് തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം കേരളക്കരയാകെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ്. പക്ഷേ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ഇസ്ലാമിക സംസ്കാരം തകർക്കപ്പെടുന്ന രീതിയിൽ അന്യമതസ്ഥരെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ആഘോഷ പ്രകടനങ്ങളാണ് കേരളക്കരയാകെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്നുകൊണ്ട് ഇസ്ലാമിക വേഷങ്ങൾ ധരിച്ചുകൊണ്ട് പർദ്ദയും ബൊർക്കയും തൊപ്പിയും താടിയുമൊക്കെ വരിച്ചുകൊണ്ടുള്ള ഡാൻസുകളും കൂത്താട്ടങ്ങളുമാണ് റോഡിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡുകളിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇത് ഞാൻ പറഞ്ഞതല്ല. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മതപണ്ഡിതന്മാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. റഹ്മത്തുള്ള കാസിമി മുത്തേടം അതിരൂക്ഷമായി കൊണ്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. ആ റഹ്മത്തുള്ള കാസിമിയുടെ വിമർശനം ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. പെണ്ണുങ്ങളെ മാപ്പിളച്ചി പെണ്ണുങ്ങള് പർദ്ദയിട്ടിട്ട് ചന്തി കുളിച്ച് കളി റോഡിൽ പച്ചപ്പകലിൽ നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തി കുളിക്ക് കളികൾ ഒരു ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരും. ആലിമീങ്ങൾക്ക് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ആലിമീങ്ങൾ പറയേണ്ട സമയത്ത് പറയാതെ പോയി. പറയാൻ തൊള്ളോണ്ട് എന്നും പറയാലോ, ജനം സ്വീകരിക്കണ്ടേ? 25,000 പെണ്ണുങ്ങളെ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു പകൽ ഉച്ചയ്ക്ക് ശേഷം മുഴുവനും ചിറ്റിച്ചു. ആലിമീങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ആലിമീ സംഘടനകൾ ഉണ്ടായിരുന്നു, ഒരു വാക്ക് മിണ്ടിയില്ല. നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ട് എംബാർഡ് ചെയ്ത് കാര്യങ്ങൾ എല്ലാം നടന്നു. എന്നാൽ അവർ പുറകോട്ട് പോയില്ല. ആ പുറകോട്ട് പോകാത്തവരുമായി ഇനി സഹകരിക്കൂല എന്ന് പറയാൻ പണ്ഡിത സമൂഹത്തിന് കഴിഞ്ഞില്ല. ഈ പെണ്ണു ആണു എന്താണ് ഈ 2 ദിവസങ്ങളിലൊക്കെ നടന്നത്? ആ പുറകോട്ട് പോയവരുമായി സഹകരിക്കൂല എന്ന് പറയാൻ പണ്ഡിത സമൂഹത്തിന് കഴിഞ്ഞില്ല എന്നാണ് റഹ്മത്തുള്ള കാസിമി പറയുന്നത്. എന്നാൽ ഇയാളത് സഹകരിച്ചിട്ടുണ്ടോ? ഈ ഒരു കൂത്താട്ടത്തിൽ നിന്നും പുറകോട്ട് പോവാത്ത സമൂഹവുമായി ഇയാൾ സഹകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതേ പ്രസംഗത്തിൽ തന്നെ അയാൾ പറയുന്നുണ്ട്. ഞാൻ കോണിക്കൂട്ടി ഇതിന്റെ അടയാളത് നമ്മൾക്ക് പേച്ചു. നമ്മളിൽ ഇങ്ങനത്തെ രീതികൾ അധികരിച്ചു. നമുക്ക് സുന്നത്യമായിട്ടൊരു വിഷയമായില്ല. സുന്നത്യമായിട്ട് എന്നത് നമുക്ക് നിലനിൽക്കാനുള്ള ഒരു ഏർപ്പാടായി മാത്രമാണ്. ഞങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ലീഗുകാരനാണ്, കോണിക്കൂട്ടിയതാണ് ഇത്, കോണിക്കൂട്ട് അടയാളാണത്. കണ്ടില്ലേ? നേരത്തെ പറഞ്ഞെന്താണ്? ഈ കൂത്താട്ടങ്ങളിൽ നിന്ന് പുറകോട്ട് പോവാത്ത സമൂഹവുമായി സഹകരിക്കാതിരിക്കാൻ പണ്ഡിത സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. എന്നിട്ട് ഇയാൾ ചെയ്തതോ? അപ്പൊ ഇയാൾ പറയുന്നത് എന്താണ്, പ്രവർത്തിക്കുന്നത് എന്താണ്? മുസ്ലിം ലീഗ് പാർട്ടിയെയാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. ഈ മുസ്ലിം ലീഗിന്റെ അണികൾ ആഘോഷ പ്രകടനത്തിന്റെ ഭാഗമായി നടത്തിയ സകല കൂത്താട്ടങ്ങളുടെയും ഉത്തരവാദി ഇയാൾ തന്നെയാണ്. ഇയാളുടെ മുൻകാലത്തെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹം കുറച്ചു കാലമായിട്ട് മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെയും പാണക്കാട് തങ്ങന്മാർക്കെതിരെയൊക്കെ അതിശക്തമായിട്ട് നിലപാടെടുക്കുന്നുണ്ട്, രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. അതേപോലെ വഹാബിസത്തിനെതിരെയും ഇയാൾ നിലപാടെടുക്കുന്നുണ്ട്. പക്ഷേ ഇതേ വഹാബിസത്തിൽ വളരാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കൊടുത്ത ആളാണ് ഇദ്ദേഹം എന്ന വസ്തുത നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നിട്ടാണ് ഇയാൾ മറ്റ് പണ്ഡിതന്മാരെ വിമർശിക്കുന്നത്, അതല്ലെങ്കിൽ മറ്റു മതസംഘടനകൾ ഇയാൾ വിമർശിക്കുന്നത് കണ്ടാൽ തോന്നും ഒന്നും ചെയ്യുന്നില്ല, ഇയാൾ മാത്രമാണ് ഇതിനൊക്കെതിരെ രംഗത്ത് വരുന്നതെന്ന്. സത്യത്തിൽ ഇയാൾ കിണറ്റിലെ തവളകളെ പോലെയാണ്. കാരണം ഇയാൾ മറ്റുള്ളവർ ചെയ്യുന്നത് അറിയാത്തത് കൊണ്ടാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചത് ഇയാളെ പോലെയുള്ള പ്രഭാഷകരല്ലേ? നമ്മൾ നിരവധി തവണ അത് കേട്ടതല്ലേ? ഇവരുടെ അന്നത്തെ കാലത്തെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടാലേ നമുക്കത് ബോധ്യപ്പെടും. ഇപ്പോൾ ഇയാൾ വിമർശിക്കപ്പെടുന്ന ഈ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട അണികൾ ഇലക്ഷൻ വിജയത്തിന്റെ പേരിൽ ഇത്രത്തോളം കൂത്താടുന്നുണ്ടെങ്കിൽ അതിന് ഇയാളും കൂടെ കാരണക്കാരനാണ് എന്ന് ഇയാൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ ഇയാൾ ഒന്നും അറിയാതെയാണ് കിണറ്റിലെ തവളകളെ പോലെ മറ്റു പണ്ഡിതന്മാർ പ്രതികരിക്കുന്നില്ല, ഇടപെടുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറും കിണറ്റിലെ തവളകളെ പോലെ തന്നെയാണ്. ഇയാളിങ്ങനെ ഫുൾ ടൈം യൂട്യൂബിൽ ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കല്ലേ.
അപ്പൊ ഇയാൾക്ക് മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാൻ നേരം കിട്ടുന്നുണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുന്ന ചില പേപ്പർ തുണ്ടുകൾ മാത്രമേ വായിക്കുന്നുണ്ടാവുള്ളൂ, അല്ലെ ചില വീഡിയോ ക്ലിപ്പുകൾ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ, അതല്ലാതെ മറ്റൊന്നും ഇയാൾ കാണുന്നുണ്ടാവില്ല. എന്നാൽ മറ്റു പ്രഭാഷകരോ മത നേതാക്കളൊന്നും ഇതേപോലെ അങ്ങനെ 24 മണിക്കൂറും യൂട്യൂബിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കല്ല. അവർക്കൊക്കെ ഒരുപാട് പണിയുണ്ട്, അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ഇന്ന് നടക്കുന്ന ഈ ആഭാസങ്ങൾക്കെതിരെ അവർ രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ അത് ഇയാൾ കാണുന്നില്ല. അത് സമൂഹ മാധ്യമങ്ങളിലും ചാനലുകാരൊക്കെ ഏറ്റെടുത്ത് വലിയ വാർത്തയാകുന്നുണ്ട്. അതൊന്നും ഇയാൾ കാണുന്നില്ല. ഇയാളുടെ പഴയ കാലത്തെ പ്രഭാഷണം നമുക്ക് കേട്ടു നോക്കാം. കേരള നദ്വത്തുൽ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ഋഷി തുല്യനായ പണ്ഡിതനല്ലേ കെ മൗലവി? ലീഗിന് വേണ്ടി പ്രസംഗിച്ച നേതാക്കന്മാരിൽ ഒരാളാരാ? കെ മൗലവിയാ. ഇപ്പുറത്ത് കയറി മുജാഹിദിന് വേണ്ടി പ്രസംഗിക്കും, ഇപ്പുറത്ത് ലീഗിന് വേണ്ടി പ്രസംഗിക്കും. ആര്? കെ എം മൗലവി. എത്ര ഒരേ സമയത്ത് അവർ മതവേദികളിൽ പ്രസംഗിച്ചിരുന്നു, അതേ സമയത്ത് അവർ രാഷ്ട്രീയ വേദികളിൽ പ്രസംഗിച്ചിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഈ ഇരിക്കുന്നതിൽ 90% സുന്നികളാണല്ലോ. ഈ സുന്നികളെല്ലാം മഹാസൂഫി എന്ന് വിചാരിക്കുന്ന ആളല്ലേ ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയാർ? ഒരു ലീഗിന്റെ സമ്മേളനം പോകുന്ന വഴിക്കുണ്ടെങ്കിൽ ചാപ്പനങ്ങാടി ദ്വാരക്കത്തിൽ പരിപാടി ഉണ്ടാകുന്ന മാനേജ് നിങ്ങൾ പറയും. അവരാണ് ലീഗിന്റെ പതാക ഉയർത്തിയിരുന്നത്. ഇത് തമാശല്ല, ഇത് പടച്ചോന്റെ ദീനം നിലനിൽക്കാനുള്ള മാർഗാണ്. അവിടെ നമുക്ക് മെല്ലെ 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 നമ്മളോട് പോയി. നമുക്ക് പിന്നെ പണി എന്താണെന്ന് സ്റ്റേജിൽ ഇരിക്കുന്നത് നമ്മൾ ഗീത പറയാം. നിങ്ങൾ പോലത്തെ കുട്ടിയൊക്കെ തിരിയാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നു. നിങ്ങൾ ബാധിക്കാനും 10 ആളുകളെ കൂട്ടാനും ഒക്കെ ആർക്കും കഴിയും. ഈ 1.5 മണിക്കൂർ പ്രസംഗിച്ച് നിങ്ങളൊക്കെ തമ്മ തല്ലിക്കാനൊക്കെ ആർക്കും കഴിയും. അതല്ല ഇവിടെ സിരി സാഹിബും പോക്കർ സാഹിബും CH-ഉം ഷിഹാബുദങ്ങളും പഠിപ്പിച്ചത്. അതല്ല ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു സമുദായം ഇവിടെ പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ അറബിക്കടൽ തീരത്ത് ലോകത്തിന് മുഴുവനും മോഡലാക്കി സംസ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ലീഗിനെ ശക്തിപ്പെടുത്തണം. ലീഗിന് വേണ്ടി പണിയെടുത്താൽ പടച്ചോന്റെ സ്വർഗം കിട്ടും. അതന്നെ ഉറപ്പ്. ഈ പാർട്ടി സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിന്റെ നിറം പച്ചയാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് തീവണ്ടി സ്റ്റേഷനിൽ മിന്നുന്ന പച്ചക്കൊടിയുടെ കളറല്ല, ഇത് സ്വർഗത്തിലെ കളറാണ്. കേട്ടില്ലേ? ഇയാൾ മുസ്ലിം ലീഗിന്റെ വേദിയിലാണ് അന്ന് പ്രസംഗിച്ചിരുന്നത്. അന്ന് ഇയാൾ KM മൗലവിയെ ഋഷി തുല്യനാക്കി അയാളുടെ മദ്ഹാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ KM മൗലവിയുടെ മദ്ഹ് പറഞ്ഞ് ഈ 90% വരുന്ന സുന്നികളുടെ മനസ്സിലേക്ക് മുജാഹിദിനോടും KM മൗലവിയോടുള്ള മഹബത്തിട്ട് കൊടുത്തിട്ട് മുജാഹിദിന് വളരാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പം മുജാഹിദിനെതിരെ വഹാബിസത്തിനെതിരെ വിളറി പിടിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? അന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഇതൊക്കെ. അന്ന് ഈ വഹാബിസത്തിന് ഈ രാഷ്ട്രീയ പാർട്ടിയിലൂടെ വളരാനുള്ള എല്ലാ സാഹചര്യവും ഇയാൾ ഒരുക്കി കൊടുത്തു, അതിനുള്ള പ്രോത്സാഹനം കൊടുത്തു. എന്നിട്ട് ഇപ്പൊ കിടന്ന് ആക്രോശിക്കുകയാണ് വഹാബിസത്തിനെതിരെ, ഇപ്പൊ കിടന്ന് നിലവിളിക്കുകയാണ് വഹാബിസത്തിനെതിരെ. അന്ന് നോക്കേണ്ടിയിരുന്നു. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും അതേപോലെ ബാഫക്കി തങ്ങളൊക്കെ നെഞ്ചെറ്റിയ പ്രസ്ഥാനമാണ്, ഇത് ദീനിന് വേണ്ടിയിട്ടാണ്, ഇത് സ്വർഗത്തിലേക്കുള്ള പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് 90% വരുന്ന സുന്നികളുടെ മനസ്സിലേക്ക് ആ പ്രസ്ഥാനത്തിനോട്, ആ രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യം തോന്നുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങൾ നടത്തിയിട്ട് ഇപ്പം അവർ കുറേ തോന്നിയാസങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഇവരുടെയൊക്കെ മുൻകാലത്ത് നടന്ന പ്രഭാഷണങ്ങൾ തന്നെയാണ് ഇന്ന് നടക്കുന്ന എല്ലാ കൂത്താട്ടങ്ങൾക്കും ഉത്തരവാദി. മറ്റു പണ്ഡിതന്മാരുടെ മേൽ കുതിര കയറിയിട്ട് കാര്യമില്ല, മറ്റു സംഘടനയുടെ മേൽ കുതിര കയറിയിട്ട് കാര്യമില്ല, ഇവർ തന്നെയാണ് ഇതിന് ഉത്തരവാദി. എന്നിട്ട് പറയാണ് മറ്റുള്ളവരൊന്നും അതിനെതിരെ രംഗത്തിറങ്ങുന്നില്ല, ഞാൻ മാത്രമേ രംഗത്തിറങ്ങുന്നുള്ളൂ എന്ന്. കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ വഹാബിസത്തിന് വളരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുത്തിട്ട് വഹാബികളുടെ നേതാവിന്റെ മദ്ഹ് സുന്നികളുടെ മുമ്പിൽ ആ പാടി പുകഴ്ത്തി പറഞ്ഞിട്ട് പറയാണ് വഹാബിസത്തിനെതിരെ ശക്തമായിട്ട് രംഗത്തിറങ്ങണം. ഇപ്പൊ പറയാണ് അന്നു മുതൽ നിങ്ങളെപ്പോലുള്ള മതപണ്ഡിതന്മാർ നടത്തിയ പ്രഭാഷണങ്ങളുടെ ദൂഷ്യഫലങ്ങളാണ് ഇപ്പോൾ ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പറഞ്ഞ പോലെ പണ്ഡിതന്മാരോ സംഘടനകളോ ഒന്നും പ്രതികരിക്കാതിരുന്നിട്ടില്ല, ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഇയാൾ ഈ 24 മണിക്കൂർ യൂട്യൂബിലായതുകൊണ്ട് അറിയാതെ പോവുകയാണ്. റഹ്മത്തുള്ള സഖാഫിയുടെ ഫേസ്ബുക്ക് ലേഖനം നമ്മുടെ സമൂഹ മാധ്യമങ്ങളും ചാനലുകാരൊക്കെ ഏറ്റെടുത്ത് വലിയ വാർത്തയാക്കിയത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇയാൾ മാത്രം അതെന്ന് പറഞ്ഞിട്ടില്ല. EK വിഭാഗമാണെങ്കിലും AP വിഭാഗമാണെങ്കിലും 2 വിഭാഗക്കാരും ഈ ഒരു കൂത്താട്ടത്തിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്, പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പണ്ഡിതന്മാർ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ, ലേഖനങ്ങൾ എഴുതുമ്പോൾ അതിനെതിരെ രംഗത്ത് വരികയാണ് ഇതിലെല്ലാം പങ്കെടുത്ത ആളുകൾ. ലിബറൽ ചിന്താഗതി അവരുടെ ഉള്ളിൽ കയറിയിട്ട് ഇത്തരം ഇസ്ലാമിക നിയമങ്ങൾ പറയുമ്പോൾ ഈ പണ്ഡിതന്മാരുടെ മേൽ കുതിര കയറുകയാണ് അവർ. ഇപ്പോൾ ഫാത്തിമ തഹലിയ പറഞ്ഞത് കേട്ടില്ലേ? ഈ കൂത്താട്ടത്തെ വിമർശിക്കുന്നത് നാസർ ഫൈസി കൂടത്തായാണെങ്കിൽ അത് പണ്ഡിതന്മാരുടെ ധർമ്മം. ഇനി അതല്ല, കാന്തപുരം വിഭാഗത്തിലെ റഹ്മത്തുള്ള സഖാഫി ആണെങ്കിലോ അത് CPM-ന് ഓശാന പാടാൻ വേണ്ടിയിട്ട് അവരോട് ചുവട് പിടിച്ചുകൊണ്ട് അങ്ങനെ 2 തട്ടിലാക്കി നിർത്തിയിരിക്കുകയാണ് ഇവർ. അതായത് തങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ അവരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അത് പണ്ഡിത ധർമ്മമാണ്, അത് ദീനാണ്, അതവർ പറയേണ്ടതാണ്.
ഇനി തങ്ങളുടെ കൂടെ നിൽക്കാത്തവരാണെങ്കിലോ, അവർ CPM വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അവർ അരിവാൾ സുന്നികളാണ്, അല്ലെങ്കിൽ മരവാൾ സുന്നികളാണ് എന്നൊക്കെയാണ് ഇവരെ ഈ ഫാത്തിമ തഹരിയെ പോലുള്ള ആളുകൾ മുമ്പും പറഞ്ഞിരുന്നത്. ആദ്യം റഹ്മത്തുള്ളാഹി സഖാഫിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം ഒരുപാട് പോസ്റ്ററുകൾ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഇലക്ഷൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോസ്റ്ററുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റ് വന്നത് ഈ ഒരു കൂത്താട്ടത്തിനെതിരെയാണ്. അതൊന്ന് വായിക്കാമോ? മലബാറിലെ മാപ്പിളമാരുടെ വിജയാഹ്ലാദ പ്രകടനത്തിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപകടകരമായ ലിബറലിസത്തിലേക്കാണ് പാർട്ടി നേതൃത്വം സമുദായത്തെ കൊണ്ടുപോകുന്നത്. നമ്മൾ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്, മറ്റു മതവിശ്വാസികളും മതമില്ലാത്തവരും സ്വതന്ത്രരും വിജയിച്ചിട്ടുണ്ട്. അവരൊക്കെയും മാന്യമായി വിജയാഹ്ലാദം പ്രകടിപ്പിച്ചു. സ്ത്രീകളെ കൂട്ടത്തോടെ ഇറക്കി ഒരു സമുദായവും അഴിഞ്ഞാടിയിട്ടില്ല. പണ്ഡിതന്മാരെയും അവരുടെ ഉപദേശങ്ങളും ഇനി അനുസരിക്കില്ല എന്ന സന്ദേശം നൽകാൻ ചിലർ മനഃപൂർവ്വം കളിച്ചമട്ടുണ്ട്. പുതിയ കൂട്ടുകെട്ടിന്റെ സ്വാധീനമാണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇത് നല്ലതിനല്ല. ആത്മപരിശോധന തീർച്ചയായും ആവശ്യമാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം പ്രകടിപ്പിച്ച വിവേകമെങ്കിലും മുതിർന്ന നേതാക്കളിൽ നിന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇനി അടുത്ത് നോക്കാം. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയാണ് ഫാത്തിമ തഹ്ലിയ പ്രസ്താവന ഇറക്കിയത്. മുസ്ലിം വനിതകളെ വ്യാപകമായി വോട്ട് പിടിക്കാൻ ഇറക്കിയതും പ്രകടനങ്ങളിൽ പ്രദർശിപ്പിച്ചതും ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിയാണ്. ബാഫിക്ക് തങ്ങളുടെ കാലത്ത് MES സ്ത്രീകളെ റോട്ടിലിറക്കിയപ്പോൾ ലീഗ് അവരുമായുള്ള ബന്ധം തന്നെ വിച്ഛേദിച്ചിരുന്നു. സ്ത്രീകൾക്ക് സംവരണം വന്നതിന് ശേഷവും ലീഗ് അവരെ പ്രകടനത്തിനും മറ്റും ഇറക്കിയിരുന്നില്ല. ഇപ്പോൾ വെൽഫെയർ സംസ്കാരം മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയെയും സ്വാധീനിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വ്യാപകമായി കണ്ടത്. കൗമാരക്കാരികളായ മുസ്ലിം പെൺകുട്ടികൾ തുറന്ന വാഹനങ്ങളിൽ കയറി ഡാൻസ് ചെയ്തു നീങ്ങുന്ന കാഴ്ച എങ്ങും ദൃശ്യമായിരുന്നു. മറ്റു സമുദായങ്ങളിലെ പെൺകുട്ടികൾ തീരെ കുറവായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. മുസ്ലിം ഉമ്മത്ത് കാത്തു സൂക്ഷിച്ചു പോകുന്ന സാംസ്കാരിക അച്ചടക്കം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന സ്വതന്ത്രവാദികളെയാണ് ഇത് സന്തോഷിപ്പിക്കുക. രാഷ്ട്രീയ അതിക്രമങ്ങൾ തെരുവുകളിൽ നിന്നും വീടുകളിലേക്ക് കൂടി പടരാനും സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെടാനും ഇതുകൂടി വഴിവെക്കും. ചെറിയ കുട്ടികളെ കൊണ്ട് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിപ്പിക്കുന്നതും സമൂഹം അവരോട് കാണിച്ചിരുന്ന ദയയും അനുകമ്പയും ഇല്ലാതെയാക്കും. പൂർവികർ കാത്തു സൂക്ഷിച്ചു പോന്ന സാംസ്കാരിക തനിമ നശിപ്പിച്ചു കളഞ്ഞാൽ വലിയ വില നൽകേണ്ടി വരും. വസ്തുതയല്ലേ റഹ്മത്തുള്ളാഹി സഖാഫി ഈ ഒരു ഫേസ്ബുക്ക് ലേഖനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്? ലീഗിനെ എതിർത്തുകൊണ്ട് മാത്രമാണോ റഹ്മത്തുള്ളാഹി സഖാഫി ഇളമരം ഇങ്ങനെ ലേഖനം എഴുതിയിട്ടുള്ളത്? അല്ല, CPM-നെതിരെയും എഴുതിയിട്ടുണ്ട്. ഇതിന് താഴെ വെള്ളാപ്പള്ളി നടേശനോടുള്ള ആ ഒരു മൃദു സമീപനം CPM-നെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അത് ഒന്നും രണ്ടുമല്ല, അതിനു മുമ്പും കണ്ണു തുറപ്പിക്കുന്ന റിസൾട്ടാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം. CPM-നെ വിമർശിച്ചുകൊണ്ട് എഴുതിയതാണ്. അപ്പൊ അങ്ങനെ കേവലം അത് ലീഗിനെതിരെ മാത്രമല്ല റഹ്മത്തുള്ളാഹി സഖാഫി ഇളമരം എഴുതിയിട്ടുള്ളത്, CPM-നെതിരെയും എഴുതിയിട്ടുണ്ട്. അല്ലാതെ ഈ ഫാത്തിമ തഹരിയ പറയുന്നത് പോലെ CPM-നെ ചുവട് പിടിച്ചുകൊണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചുവട് പിടിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളല്ല. എന്താണോ ദീന് അത് തുറന്നു പറയുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. അതാണ് അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ യഥാർത്ഥ ദീൻ പറഞ്ഞതിന്റെ പേരിൽ പണ്ഡിതന്മാരെ അതിക്രൂരമായി ക്രൂശിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും കണ്ട് അവർ പേടിക്കുന്നില്ല. അവർ കൃത്യമായിട്ട് ലേഖനങ്ങൾ എഴുതുന്നുണ്ട്, ജനങ്ങൾക്ക് സന്ദേശം കൈമാറുന്നുണ്ട്. പക്ഷെ അത് തങ്ങളോട് അനുകൂലിക്കുന്ന ആളാണെങ്കിൽ അത് അവരുടെ ധർമ്മവും, തങ്ങളോട് വിയോജിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് മറ്റു പാർട്ടികൾക്ക് ചുവട് പിടിച്ചാണെന്ന് പറയുന്നതും ഇരട്ടത്താപ്പാണ്. അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇരട്ടത്താപ്പ് തന്നെയാണത്. മുമ്പ് നമ്മളിത് പറഞ്ഞപ്പോൾ പലരും അത് അംഗീകരിച്ചില്ല. എന്നാൽ ഇന്ന് ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ അവർ തന്നെയും സഖാക്കളെന്നും ലീഗ് വിരുദ്ധരെന്നും മരവാൾ സുന്നികളെന്നും ഒക്കെ ചാപ്പയടിക്കപ്പെടുന്നുണ്ട്. ഇപ്പം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ദീൻ തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് അന്നും ഇന്നും ഈ ഒരു ചാപ്പയടി കിട്ടിയിട്ടുള്ളതെന്ന്. അത് ഇന്നത്തെ കക്ഷി രാഷ്ട്രീയത്തിൽ സാധാരണ സംഭവിക്കുന്നതാണ്. തങ്ങളോട് ചേർന്ന് നിന്നാൽ ഏത് സംഘ് പരിവാറാണെങ്കിലും ഏത് മുസ്ലിം വിരുദ്ധനാണെങ്കിലും അയാളെ വിശുദ്ധനാക്കി വാഴ്ത്തപ്പെടും. പ്രതികൂലിക്കുന്നവരാണെങ്കിൽ അത് എത്ര നല്ല ആളായാലും നിരവധി ചാപ്പകൾ അയാളുടെ മേൽ മുദ്ര കുത്തപ്പെടും. ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ ഈ ചാപ്പയടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഷംസുൽ ഉലമയും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ഒക്കെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ചാപ്പയടിക്ക് വിധേയമായിട്ടുണ്ടല്ലോ. അത് ചില ആളുകൾ നേരത്തെ തിരിച്ചറിഞ്ഞു, മറ്റു ചിലർ തിരിച്ചറിയാൻ വൈകി. അതിൻ്റെ ദൂഷ്യഫലങ്ങളൊക്കെയും ഇന്ന് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. ഇലക്ഷൻ ജയിച്ചതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആഭാസങ്ങളും കൂത്താട്ടങ്ങളും ഒക്കെ ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണെന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പൊ അത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ എന്തിനാണ് പണ്ഡിതന്മാരെ ക്രൂശിക്കുന്നത്? അവരുടെ ഉത്തരവാദിത്തമല്ലേ അവർ നിർവഹിക്കുന്നത്?
ഇത്തരം ആഭാസങ്ങൾക്കെതിരെ രംഗത്ത് വന്നില്ല എങ്കിൽ അവർ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ആ ഒരു വിശ്വാസമല്ലേ ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ മുന്നിട്ടിറക്കുന്നത്. പറയാൻ ഉത്തരവാദിത്തപ്പെട്ട പറയേണ്ട പലരും മൗനം പാലിച്ചുകൊണ്ട് അവർക്ക് മൗനസമ്മതം കൊടുക്കുമ്പോൾ തങ്ങൾ ക്രൂശിക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന ഈ പണ്ഡിതന്മാരെ അഭിനന്ദിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വിഭാഗം SYS ഈ ഒരു ആഭാസങ്ങൾക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ആ SYSന്റെ പ്രസിഡന്റിന്റെ നിലപാടെന്താണ്? അതേ പ്രസിഡന്റിന്റെ അനുയായികൾ തന്നെയല്ലേ ഇത്തരം വിഷയങ്ങളിൽ പ്രതിയായിരിക്കുന്നത്. അതേ പ്രസിഡന്റ് പോലും തൻ്റെ അനുയായികൾ കാട്ടിക്കൂട്ടുന്ന ഇത്തരം ആഭാസങ്ങൾക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതേ സംഘടന തന്നെയാണ് ഈ ഒരു ആഭാസങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ഏതായാലും മുസ്ലിം സമൂഹം ഇത്തരത്തിൽ അധപ്പതിച്ചു പോയാൽ റബ്ബിന്റെ വലിയ അദാബുകൾ നമ്മൾ പേടിക്കേണ്ടി വരും. ഇതര സമൂഹത്തിന് മുമ്പിൽ തല ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഇത് നിയന്ത്രിക്കാൻ വേണ്ടി ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടുള്ള വെറുപ്പോ വിദ്വേഷമോ ഒന്നുമല്ല. മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങൾക്കെതിരെ അള്ളാഹും റസൂലും പറഞ്ഞതിനെതിരെ ഇങ്ങനെ നടത്തപ്പെടുമ്പോൾ ഈ ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്ന അദാബുകൾക്ക് പാവപ്പെട്ട നിരപരാധികൾ പോലും ഇരയാകേണ്ടി വരുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ് പണ്ഡിതന്മാരെ ഇത്തരം പരാമർശങ്ങൾക്കും പ്രസ്താവനകൾക്കും പ്രേരിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുകയെങ്കിലും നമ്മൾ ചെയ്യണം. അല്ലാതെ ഇത്തരം കാട്ടിക്കൂട്ടലുകൾക്കെതിരെ പണ്ഡിതന്മാർ രംഗത്തിറങ്ങുമ്പോഴേക്കും, ഇത്തരം കൂത്താട്ടങ്ങൾക്കെതിരെ പണ്ഡിതന്മാർ രംഗത്തിറങ്ങുമ്പോഴേക്കും, ലേഖനം എഴുതുമ്പോഴേക്കും, ഒരു പ്രസ്താവന ഇറക്കുമ്പോഴേക്കും അവരെ കാടടച്ച് എതിർക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് നമ്മുടെ സമൂഹത്തിന് ആപത്താണ്, ഈ മനുഷ്യകുലത്തിന് തന്നെ ആപത്താണ്, ഈ രാജ്യത്തിന് തന്നെ ആപത്താണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.